മണിപ്പൂരിൽ സൈനിക വാഹനത്തിന് നേരെ വെടിവെപ്പുണ്ടായ സംഭവത്തിൽ അക്രമികൾക്കായി തെരച്ചിൽ തുടരുന്നു. അക്രമങ്ങൾ ഒരു തരത്തിലും അനുവദിക്കില്ല എന്ന് മണിപ്പൂർ ഗവർണർ വ്യക്തമാക്കി. ആക്രമണത്തിൽ പരിക്കേറ്റ ജവാന്മാരെ മുൻ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് ആശുപത്രിയിലെത്തി സന്ദർശിച്ചു. വിനീത വി.ജി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിനീത, വിശദാംശങ്ങൾ പറയൂ. വിനീത. ടിക്ക് ഇന്നലെ വൈകിട്ടാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. അസം റൈഫിൾസിന്റെ വാഹനത്തിന് നേരെയാണ് ഭീകരർ വെടിയുതിർത്തിട്ടുണ്ടായിരുന്നത്. ഇവർക്കായിട്ടുള്ള തെരച്ചിലും അന്വേഷണവും ഇപ്പോൾ ഊർജിതമാക്കിയെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ ബിഷ്ണുപൂരിലേക്ക് പോകുന്ന മേഖലയിലാണ് ആക്രമണം ഉണ്ടായത്. ആ മേഖല സ്വാഭാവികമായും ഈ മെയ്തേയ് വിഭാഗത്തിനൊക്കെ വലിയ സ്വാധീനമുള്ള മേഖലയാണെന്ന തരത്തിലുള്ള ചില ആരോപണങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. ഏതാണെങ്കിലും ഇത്തരം ആക്രമണങ്ങൾ ഒരു തരത്തിലും വെച്ചു പൊറുപ്പിക്കില്ല എന്നുള്ളത് തന്നെയാണ് മണിപ്പൂർ ഗവർണർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ കുറ്റക്കാർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകും. അതായത് മണിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ പുരോഗമിക്കുകയാണ്. എതിരെ ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാക്കുന്നവർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി അവർക്കെതിരെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഗവർണർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ മുൻ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് ഇന്നലെ ഈ ആക്രമണത്തോട് അദ്ദേഹവും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ആക്രമണം വളരെയധികം ഞെട്ടലുണ്ടാക്കുന്നതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഈ പരിക്കേറ്റ 5 ജവാന്മാരെ അവരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അവിടെയും മുൻ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് അവിടെയും എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെയും അദ്ദേഹം ഈ പരിക്കേറ്റ ജവാന്മാരെ അദ്ദേഹം കണ്ടിട്ടുണ്ട്. അവരുടെ ആരോഗ്യനില ഇപ്പോൾ ആശ്വാസകരമാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇംഫാലിലെ നിന്ന് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അവരുടെ ആരോഗ്യനില ആശ്വാസകരമാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ചികിത്സയും അവിടെ ഉറപ്പാക്കുന്നുണ്ട്. മുൻ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് അവിടെ എത്തി സ്ഥിതിഗതികളൊക്കെ തന്നെ അദ്ദേഹം വിലയിരുത്തിയിട്ടുണ്ട്. അതേസമയം വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ അക്രമി സംഘങ്ങൾ ഈ ഭീകരർക്കായിട്ടുള്ള തെരച്ചിലും ഒപ്പം തന്നെ അന്വേഷണവും ആ മേഖലകളിൽ ഊർജിതമാക്കിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വിനീത വി.ജി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.